എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഭാവിക്ക് 8 months കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു സിമ്പിൾ മിക്സ്ചറാണ്. സിമ്പിൾ മിക്സ്ചർ എന്ന് പറഞ്ഞത് അതിൻ്റെ സാധനങ്ങളുടെ കാര്യത്തിലും അതെ, മാത്രമല്ല അതുണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ടൈമിൻ്റെ കാര്യത്തിലും അതെ. രണ്ടും കുറച്ച് സമയം എടുത്തും കുറച്ച് സാധനങ്ങൾ എടുത്തുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കടലപ്പൊടി 2 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിലക്കടലയാണ്, അതെടുത്തിരിക്കുന്നത് 1.5 കപ്പാണ്. പൊട്ടുകടല 1 കപ്പ് എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയും ഉണ്ട്, നോർമൽ മുളക് പൊടിയും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. അതൊരു 1/2 ടേബിൾ സ്പൂൺ വേണം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളുത്തുള്ളി 2 വെളുത്തുള്ളി ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് തൊണ്ടോടു കൂടിയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. വറ്റൽമുളക് ഒരു 8 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കൈപ്പിടി കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം അല്ലേ? അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഇതാ കടലപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉപ്പ്. ഞാനിവിടെ കറക്റ്റ് അളവിലാണ് ഉപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് നമ്മൾക്കത് മിക്സ്ചർ റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടി വരും. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഇടേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ മാറ്റി വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾക്ക് ബൂന്തി കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും പിന്നെ നമ്മളുടെ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ മിക്സർ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് മാവ്. അപ്പോൾ ഇതാ ചട്ടി ചൂടായിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. മിക്സ്ചർ വറുത്ത് കോരാനുള്ളതല്ലേ. അതാ ഞാൻ ഇത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബൂന്തി ഉണ്ടാക്കാം. അപ്പോൾ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പൊടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതാ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട്, സോഡാപ്പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല, വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതുപോലെ ഒരു ഹോളുള്ള കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. നമുക്ക് ഒന്ന് വേവണ്ടേ, വേഗം വേണം, നന്നായിട്ട് മൊരിഞ്ഞും കിട്ടണം.
നന്നായിട്ട് വറുക്കുക. അപ്പോൾ അതാ ബൂന്തിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതാ അപ്പോൾ മാവ് ഞാൻ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചില്ലിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ. മീഡിയം സൈസുള്ള ചില്ലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വലുതുമല്ല തീരെ ചെറുതുമല്ല. ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഗ്രീസ് ചെയ്യണം കേട്ടോ അച്ച്.
ബേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൊട്ടി കൊട്ടി കൊടുക്കാം നമുക്ക്. അപ്പൊ അതാ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ എല്ലാവരും, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതിൽ കുറച്ച് കുറവായിട്ട് തോന്നിയിരിക്കുന്നത് കായത്തിന്റെ പൊടിയാണ് കേട്ടോ. ഞാനൊരു സ്വല്പം കൂടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ കായത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 1/4 ടേബിൾ സ്പൂണോളം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടി നോക്കാം. ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റില് മിക്സ്ചർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ അല്ലേ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. കടലപ്പൊടിയും പൊട്ടുകടലയും. ഇനിയിപ്പോൾ പൊട്ടുകടല ചിലയിടത്ത് ഉണ്ടാവില്ലേ ചില വീട്ടിൽ, അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണ്ട. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം മിക്സ്ചർ. നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മളുടെ വീട്ടിൽ വൈകുന്നേരം സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെ മിക്സ്ചറൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒത്തിരി സന്തോഷമല്ലേ. അപ്പോൾ ഷുവറായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എനിക്ക് അയക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾക്ക് നെക്സ്റ്റ് ടൈം കാണാം.